ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2021 മുതൽ 2024 ഒക്ടോബർ മാസം വരെ PSC നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നിന്നുള്ള ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് കൂട്ട് എന്ന പേരിലാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അഥവാ ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അഥവാ ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് പരിരക്ഷ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പരിരക്ഷ. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ്? കുടുംബശ്രീ മാത്രമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം എന്നിവയെല്ലാം തന്നെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതികളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ D 4 എന്നതാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി ആയിട്ടുള്ളവയാണ് താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം എന്നിവ. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ്
സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ചേരുംപടി ചേർക്കുക. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ്. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ്. വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി. വിദ്യാജ്യോതി പദ്ധതി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകുവാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയുടെ പേരാണ് മിഠായി. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ് എന്ന പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ ശരിയാണ് എന്നതാണ്. വിമുക്തി പദ്ധതി 2016 നവംബർ 20 കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാണ്? 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് 2014 ഓഗസ്റ്റ് 28 കോവിഡ്-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. കോവിഡ്-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിലോ ബന്ധുഭവനങ്ങളിലോ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവ്വം. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിലോ ബന്ധുഭവനങ്ങളിലോ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവ്വം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി
കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ക്രാന്തി എന്ന പദം സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ എന്നിവയെല്ലാം തന്നെ സഞ്ജയ എന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നൽകുന്ന സേവനങ്ങളാണ്. കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ എന്നിവയെല്ലാം തന്നെ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേരാണ് സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആരംഭിച്ച വെബ് പോർട്ടലാണ് സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് രംഗശ്രീ. ഇ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു എന്നത് തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇ ഗവേണൻസ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. ഇ ഗവേണൻസ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയുടെ പേരാണ് ആർദ്രം പദ്ധതി.
സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നതാണ് IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നതാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജന. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെടുക്കുക. തന്നിരിക്കുന്നവയിൽ നവകേരള സദസ് ആണ് കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, ഹരിത കേരളം മിഷൻ എന്നിവയെല്ലാം തന്നെ കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ്. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ് ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, ഹരിത കേരളം മിഷൻ എന്നിവ. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി. അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വിമുക്തി. തന്നിരിക്കുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ശ്രീ മോഹൻലാൽ ആണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മോഹൻലാൽ. സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം പദ്ധതി. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം പദ്ധതി. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന
ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി എന്നത് വാത്സല്യ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി എന്നത് ശരിയായ പ്രസ്താവനയാണ്. അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1, 3 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 3 ശരി എന്നതാണ്. വാത്സല്യ നിധി പദ്ധതി പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായിട്ടാണ് വാത്സല്യ നിധി പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് എന്നത് ശരിയായ പ്രസ്താവനയാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി എന്നതും ശരിയായ പ്രസ്താവനയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി എന്നത് തെറ്റാണ്. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി എന്നതും തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. വിദ്യാജ്യോതി പദ്ധതി കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. സിപ് എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നതാണ് സിപ്പിന്റെ പൂർണ്ണ രൂപം. സിപ് എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നതാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. ജീവിതശൈലി നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരാണ് മൃതസഞ്ജീവനി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം ഇവയെല്ലാം തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നതാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികളാണ്
അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം എന്നിവയെല്ലാം തന്നെ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. പ്രീ സ്കൂളിന് ഉൾപ്പെടെ പ്രയോജനപ്പെടുന്ന തരത്തിൽ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ വിഭവ ശേഖരത്തിന് പറയുന്ന പേരാണ് ദീക്ഷ. പ്രീ സ്കൂളിന് ഉൾപ്പെടെ ഉപയോഗപ്പെടുന്ന തരത്തിൽ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ വിഭവ ശേഖരത്തിന് പറയുന്ന പേരാണ് ദീക്ഷ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഉള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ്. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ്. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ പദ്ധതിയിലൂടെ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യമാണ്. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക എന്നതാണ്. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീയുടെ. ഒന്നായി മുന്നേറാം എന്ന വാക്യം കുടുംബശ്രീയുടെ ലോഗോയോടൊപ്പമാണ് കാണാൻ കഴിയുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരികയും വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. സാത് ഇ എന്നത് ഡാഷ് എന്നതിലേക്കുള്ള ഒരു പദ്ധതിയാണ്. മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസം. സാത് ഇ എന്നത് മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസം എന്നതിലേക്കുള്ള ഒരു പദ്ധതിയാണ്. കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? സംസ്ഥാനത്ത് ഈ സാക്ഷരത നൽകുന്നതിനായി അക്ഷയ പദ്ധതി ആരംഭിച്ചു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗര ഭരണ പങ്കാളിത്തത്തിൽ അക്ഷയ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്.
അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് എന്നതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. പൈലറ്റ് ഇംപ്ലിമെന്റേഷൻ 2003 ആയിരുന്നു എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. സംസ്ഥാനത്ത് ഈ സാക്ഷരത നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ പദ്ധതി. മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗര ഭരണ പങ്കാളിത്തത്തിൽ അക്ഷയ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കുനോ ദേശീയോദ്യാനത്തിൽ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ പുനരധിവസിപ്പിച്ചത് കുനോ ദേശീയോദ്യാനത്തിലാണ്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി. നവജാത ശിശുക്കളുടെ ആരോഗ്യ പരിശോധനയ്ക്കായി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് ശലഭം പദ്ധതി. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കാതോർത്ത്. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിയന്ത്രിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. എന്താണ് ശരണ്യ പദ്ധതി? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷ്ടി. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷ്ടി പദ്ധതി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതി എന്നത് ശരിയാണ്. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വെക്കാൻ സബ്സിഡി നൽകുന്നു എന്നതും ശരിയാണ്.
പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നതും ശരിയാണ്. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് നൽകുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതി ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് KJ യേശുദാസ്. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് KJ യേശുദാസ്. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? പുതിയ പെൻഷൻ പദ്ധതിയാണ് UPS. കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയ UPS പദ്ധതി ഒരു പെൻഷൻ പദ്ധതിയാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് വിദ്യാവാഹിനി ആപ്പ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് വിദ്യാവാഹിനി ആപ്പ്. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടിയാണ് തന്മുദ്ര. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടിയാണ് തന്മുദ്ര. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കായുള്ള കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് ആശാഭവൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കായുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. മാരകമായ രോഗം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം പദ്ധതി. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ് പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി.
ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ്. ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏതാണ്? 2020 മെയ് 12 പ്രഖ്യാപിച്ചു എന്നത് ശരിയാണ്. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതി എന്നതും ശരിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പദ്ധതി എന്നതും ശരിയാണ്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി 2020 മെയ് 12 പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ്. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് അനുയാത്ര. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് അനുയാത്ര. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് എൻ്റെ കൂട്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് എൻ്റെ കൂട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. KARSAP അഥവാ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? 2018 ഒക്ടോബറിലാണ്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് 2018 ഒക്ടോബറിലാണ്. ടോൾ ഫ്രീ നമ്പർ 1800 11 4000 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സംയോജിത ശിശു വികസന സേവന പദ്ധതി അഥവാ ICDS ആരംഭിച്ച വർഷം 1975 ആണ്. സംയോജിത ശിശു വികസന സേവന പദ്ധതി അഥവാ ICDS പദ്ധതി ആരംഭിച്ചത് 1975 ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 1000 ആളുകൾക്ക് ഒരു ആശാപ്രവർത്തക. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 1000 പേർക്ക് ഒരു ആശാപ്രവർത്തക. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010 ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010 കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. സ്പെക്ട്രം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായുള്ള പദ്ധതിയാണ്. ICDSന്റെ പൂർണ്ണ രൂപമാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ICDSന്റെ പൂർണ്ണ രൂപം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്നതാണ്. പ്രോജക്റ്റ് ഇൻസൈറ്റ് എന്ന പദ്ധതി വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിച്ച ഡേറ്റ പ്രയോജനപ്പെടുത്തുന്നതിന് സൃഷ്ടിച്ച ഒരു സംയോജിത പ്ലാറ്റ്ഫോമാണ്. വിവാദ് സേ വിശ്വാസ് സ്കീം എന്ന് പറയുന്നത് കുടിശ്ശിക തർക്കങ്ങൾ തീർക്കാനായിട്ടുള്ള പദ്ധതിയാണ്. സമാധാൻ പദ്ധതി നികുതിദായകർ അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സമർപ്പിത
ഇമെയിൽ ID ആണ്. മുഖം നോക്കാതെയുള്ള വിലയിരുത്തൽ പദ്ധതി നികുതിദായകരും വകുപ്പും തമ്മിലുള്ള ഭൗതിക ഇടപെടൽ കുറയ്ക്കുന്നതിന് എന്നതാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? COVID-19 പശ്ചാത്തലത്തിലാണ് സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിയത്. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിയത് COVID-19 പശ്ചാത്തലത്തിലാണ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് താഴെ പറയുന്ന ഏത് വകുപ്പാണ്? കൃഷി വകുപ്പാണ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട ഘടകം നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് കൃഷി വകുപ്പാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതി അല്ലാത്തത്? നിർഭയ പദ്ധതിയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതി അല്ലാത്തത്. സ്നേഹപൂർവം, താലോലം, വയോമിത്രം എന്നിവയെല്ലാം തന്നെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതികളാണ്. സ്നേഹപൂർവം, താലോലം, വയോമിത്രം എന്നിവ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതികളാണ്. പദ്ധതി അല്ലാത്തത് നിർഭയ പദ്ധതിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആർദ്രം മിഷനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സംസ്ഥാനതല അക്രഡിറ്റേഷൻ പ്രോഗ്രാം എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ആർദ്രം മിഷൻ നവകേരള മിഷന്റെ കീഴിലുള്ള 4 മിഷനുകളിൽ ഒന്നാണ്. 2017 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. പ്രാഥമിക ശ്രദ്ധ SDG 3 ആണ്, നല്ല ആരോഗ്യവും ക്ഷേമവും. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ 0 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സംസ്ഥാന ആരോഗ്യ അവകാശ പദ്ധതിയാണ് ആരോഗ്യ കിരണം. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ 0 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സംസ്ഥാന ആരോഗ്യ അവകാശ പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകാനും അവരെ പുനരധിവസിപ്പിക്കാനും തുടങ്ങിയത്? തണൽ. കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകാനും അവരെ പുനരധിവസിപ്പിക്കാനും തുടങ്ങിയത്? തണൽ. വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മംഗല്യം പദ്ധതി. വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മംഗല്യം പദ്ധതി. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത്. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത്. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിലോ ബന്ധുഭവനങ്ങളിലോ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ച പ്രദേശമാണ് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശമാണ് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത്. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും
പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസാണ് സെഹത് OPD. സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസാണ് സെഹത് OPD. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരാണ് നമാമി ഗംഗ. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരാണ് നമാമി ഗംഗ. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഇരുപതിന പരിപാടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഇരുപതിന പരിപാടി. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോടാണ്. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ്. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമന്വയ പദ്ധതി. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമന്വയ പദ്ധതി. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേരാണ് ഫസ്റ്റ് ബെൽ. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്താണ് പീലിക്കോട്. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്താണ് പീലിക്കോട്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് താലോലം പദ്ധതി. ഈ അമൃത് എന്തിന് പ്രസിദ്ധമാണ്? ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നു. ഡീകാർബണൈസേഷൻ ത്വരിതപ്പെടുത്താൻ ഇത് ലക്ഷ്യമിടുന്നു. ഈ അമൃത് എന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉപയോക്താക്കളെ ബോധവൽക്കരിക്കുന്നു. ഡീകാർബണൈസേഷൻ ത്വരിതപ്പെടുത്താൻ ഇത് ലക്ഷ്യമിടുന്നു. ഓപ്ഷൻ ബി 1 and 3 എന്നതാണ് ശരിയായ ഉത്തരം. ഗ്രാമങ്ങളിലെ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുന്നതിനും വസ്തു ഉടമകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനുമായി 2020 ആരംഭിച്ച കേന്ദ്ര മേഖല പദ്ധതിയാണ് സ്വാമിത്വ. ഗ്രാമങ്ങളിലെ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുന്നതിനും വസ്തു ഉടമകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനുമായി 2020 ആരംഭിച്ച കേന്ദ്ര മേഖലാ പദ്ധതിയാണ് സ്വാമിത്വ. സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനുമാണ്. സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? എൽഡർ ലൈൻ 145-67 എന്നത് ശരിയായ പ്രസ്താവനയാണ്. ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർ എന്നതും ശരിയാണ്. മന്ദഹാസം മുതിർന്ന പൗരന്മാർ എന്നതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് 4 മാത്രമാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി 1, 2, 3 എന്നതാണ്. എൽഡർ ലൈൻ,
145, 67. ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർ, മന്ദഹാസം, മുതിർന്ന പൗരന്മാർക്കായുള്ള പദ്ധതി. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ: നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. സ്വർണ്ണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള സൂചനകളാണിവ. സ്വർണ്ണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജന പദ്ധതി പ്രകാരം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് പ്രയോജനം ലഭിക്കുന്നത്. ഈ പദ്ധതി വഴി സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജന. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതിയാണ് താലോലം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിനിരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വർണ്ണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണിവ. സ്വർണ്ണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് പ്രയോജനം ലഭിക്കുന്നത്. സ്വർണ്ണ ജയന്തി, ഷഹാരി, റോസ്ഗാർ യോജന വഴി നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് പ്രയോജനം ലഭിക്കുന്നത്. ഈ പദ്ധതി വഴി സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാതീരം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാതീരം. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ശലഭം പദ്ധതി. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ശലഭം പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഏതാണ് പദ്ധതി? ആശ്വാസകിരണം പദ്ധതി. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. പദ്ധതിയുടെ പേരാണ് ആശ്വാസകിരണം പദ്ധതി. കേരള സർക്കാർ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ്. പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം.
കേരള സർക്കാർ ആരംഭിച്ച സ്നേഹസ്പർശം പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ്. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. നയനാമൃതം, പാദസ്പർശം, സിറസ് എന്നിവയെല്ലാമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികളാണ് നയനാമൃതം, പാദസ്പർശം, സിറസ് എന്നിവയൊക്കെ. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ഹരിത വിപ്ലവം എന്ന പേരിലാണ്. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഹരിത വിപ്ലവം എന്ന പേരിലാണ്. ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി ഏതു പേരിൽ അറിയപ്പെടും? സത്യമേവ ജയതേ. ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടിയാണ് സത്യമേവ ജയതേ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം പദ്ധതി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. കെ-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന: എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്നതാണ് കെ-ഫോൺ പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്നതാണ് കെ-ഫോൺ പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ് പദ്ധതി. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനായുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവനി. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ വകുപ്പ് പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനമാണ് കെട്ടിട നികുതി. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം കെട്ടിട നികുതി അടയ്ക്കൽ. കെ-ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് 2020-21 കെ-ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് 2020-21 കാലയളവിലാണ്. കേരളത്തിലെ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും 18 വയസ്സിന് താഴെയുള്ളവർക്ക് അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യ കിരണം. MGNREGSനുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഇ സാക്ഷം. MGNREGSനുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഇ സാക്ഷം. കേരളത്തിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടികളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്ത പ്രോഗ്രാം കണ്ടെത്തുക.
സായംപ്രഭ ഹോമാണ് തന്നിരിക്കുന്നവയിൽ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധമില്ലാത്ത പദ്ധതി. സാകല്യം, സഫലം, വർണ്ണം ഇവയെല്ലാം തന്നെ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സാത്തി. പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സാത്തി. ഫെയിം ഇന്ത്യ സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ പരിഗണിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പദ്ധതിയുടെ ആദ്യഘട്ടം 2015 ആരംഭിച്ചു എന്നത് ശരിയായ പ്രസ്താവനയാണ്. ഫെയിം എന്നത് ഫാസ്റ്റർ അപ്രോപ്രിയേഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് സൂചിപ്പിക്കുന്നു എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഖനവ്യവസായ മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കിയത് എന്നത് ശരിയാണ്. പദ്ധതിയുടെ രണ്ടാം ഘട്ടം 2019 ഏപ്രിൽ 1 മുതൽ 3 വർഷത്തേക്ക് നടപ്പിലാക്കുന്നു എന്നത് ശരിയാണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഫെയിം ഇന്ത്യ സ്കീം പദ്ധതിയുടെ ആദ്യഘട്ടം 2015 ആരംഭിച്ചത്. ഖനവ്യവസായ മന്ത്രാലയമാണ് ഫെയിം ഇന്ത്യ സ്കീം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടം 2019 ഏപ്രിൽ 1 മുതൽ 3 വർഷത്തേക്കാണ് നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, ആർദ്രം മിഷൻ പദ്ധതി സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആശ, WHNCS, കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തകർ എന്നിവരിലൂടെ ആർദ്രം സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കുന്നു എന്നത് ശരിയായ പ്രസ്താവനയാണ്. SDG 4 കൈവരിക്കുക എന്നതാണ് പ്രധാന ശ്രദ്ധ എന്നത് തെറ്റാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ സേവനം ലഭ്യമാക്കുക എന്നത് ശരിയാണ്. PHC മുതൽ FHC വരെ പുനഃക്രമീകരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്നതും ശരിയാണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. ആർദ്രം മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ആശ, WHNCS, കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തകർ എന്നിവരിലൂടെ ആർദ്രം സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ സേവനം ലഭ്യമാക്കുക. PHC മുതൽ FHC വരെ പുനഃക്രമീകരിക്കുക എന്നതാണ് ആർദ്രം മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ പദ്ധതികളാണ്? കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ടവ. തനിമ, കൃതിക പദ്ധതികൾ കേരള സർക്കാർ നടപ്പിലാക്കുന്നത് കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25 സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25 ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജിംസ്. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജിംസ്. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനമാണ് GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള സ്ഥാപനമാണ് GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്
കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ്. ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ്. കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക, രോഗീ സൗഹൃദ ആശുപത്രിയാക്കുക, മാതൃ ശിശു സേവനങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ്. കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത് ശരിയായ പ്രസ്താവനയാണ്. രോഗീ സൗഹൃദ ആശുപത്രിയാക്കുക എന്നതും ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. മാതൃ ശിശു സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതും ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം: കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? മാനസിക ആരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ആശാഭവൻ. ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കായുള്ള സ്ഥാപനമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒന്ന് മാത്രം ശരി എന്നതാണ്. KASP വിപുലീകരിക്കുക. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നതാണ് KASPയുടെ പൂർണ്ണരൂപം. KASPയുടെ പൂർണ്ണരൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നതാണ്. വിഷൻ 2020 താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലൈൻഡ്നെസ്. വിഷൻ 2020 എന്ന പദ്ധതി ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടലാണ് സമഗ്ര. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടലാണ് സമഗ്ര. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ 2.0. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ 2.0. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനമാണ്. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം എന്ന പ്രചാരണ പദ്ധതി. അശ്വമേധം പ്രചാരണം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവരും കിടപ്പ് രോഗികളുമായവരെ ശുശ്രൂഷിക്കുന്ന ബന്ധുജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം. ഓപ്പറേഷൻ പി ഹണ്ട് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക എന്നതാണ്. ഓപ്പറേഷൻ പി ഹണ്ട് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക. താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവന: മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. ഹരിത കേരളം പദ്ധതി മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. കേരളത്തിലെ
എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, ലിംഗാധിഷ്ഠിത ഗർഭചിത്രം തടയുക എന്നിവയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, ലിംഗാധിഷ്ഠിത ഗർഭചിത്രം തടയുക എന്നിവയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ലൈഫ് മിഷൻ, പുനർഗേഹം, സുരക്ഷാ ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി കേരളത്തിലെ ചില ഭവന പദ്ധതികളാണിവ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇവയിൽ ഏതാണ്? പുനർഗേഹം പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി. തന്നിരിക്കുന്നവയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. ആശ്വാസകിരണം പദ്ധതി ഉപയോക്താക്കൾ ആരാണ്? രോഗികളെ പരിചരിക്കുന്നവരാണ് ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ. ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ രോഗികളെ പരിചരിക്കുന്നവരാണ്. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഹരിത കേരളം പദ്ധതി, ആർദ്രം പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതി എന്നിവയെല്ലാം നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക്. സുകന്യ സമൃദ്ധി യോജനയുമായി പൊരുത്തപ്പെടുന്നത് താഴെ നൽകിയിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനയാണ്? പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി. സുകന്യ സമൃദ്ധി യോജന പദ്ധതി പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കലാണ്. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കൽ എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസം ആരംഭിച്ചു എന്നത് ശരിയാണ്. 60 വയസ്സോ അതിന് മുകളിലോ ഉള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയുള്ളതാണ് പ്രധാനമന്ത്രി വയവന്ദന യോജന എന്നതും ശരിയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി എന്നതും ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 4 എന്നതാണ്. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസമാണ് ആരംഭിച്ചത്. 60 വയസ്സോ അതിന് മുകളിലോ ഉള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി വയവന്ദന യോജന. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചറിയുക. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. അതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ശ്രീ മോഹൻലാലാണ്. മുസിരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏതു ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു? എറണാകുളം, തൃശൂർ ജില്ലകളിലായി. മുസിരിസ് പൈതൃക പദ്ധതി കേരളത്തിൽ എറണാകുളം, തൃശൂർ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. മുസിരിസ് പൈതൃക പദ്ധതി കേരളത്തിൽ എറണാകുളം, തൃശൂർ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അന്ത്യോദയ അന്ന യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭക്ഷ്യധാന്യവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന പദ്ധതി ഭക്ഷ്യധാന്യവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കണക്ടിവിറ്റി ഇല്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് റോഡ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന.
കണക്ടിവിറ്റി ഇല്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് റോഡ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഒരു ഗ്രാമവികസന പരീക്ഷണം ആണ് ശ്രീനികേതൻ പ്രോജക്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു ഗ്രാമവികസന പരീക്ഷണമാണ് ശ്രീനികേതൻ പ്രോജക്റ്റ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യകാല ഗ്രാമവികസന പരീക്ഷണങ്ങളിൽ ഒന്നാണ് നീലോക്കേരി പ്രോജക്റ്റ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യകാല ഗ്രാമവികസന പരീക്ഷണങ്ങളിൽ ഒന്നാണ് നീലോക്കേരി പ്രോജക്റ്റ്. ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1952 ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1952 ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് രൂപം നൽകിയത്? ഇന്ദിര ആവാസ് യോജനയെ പുനരാവിഷ്കരിച്ചാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇന്ദിര ആവാസ് യോജന പദ്ധതിയെ പുനരാവിഷ്കരിച്ചാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് രൂപം നൽകിയത്. ഏത് മുഖ്യ പദ്ധതിയുടെ ഉപഘടകമാണ് മഹിളാ കിസാൻ സശാക്തീകരണ പരിയോജന, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം? ഏത് മുഖ്യ പദ്ധതിയുടെ ഉപഘടകമാണ് മഹിളാ കിസാൻ സശാക്തീകരണ പരിയോജന, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം? ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് രൂപം നൽകിയത്? സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന. ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് രൂപം നൽകിയത്? സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന പുനരാവിഷ്കരിച്ചാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് രൂപം നൽകിയത്. ലൈഫ് മിഷൻ പദ്ധതി കേരള സർക്കാരിന്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവകേരളം കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി എന്ന മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള സർക്കാർ കുടുംബശ്രീ മുഖേന നടപ്പാക്കി വരുന്ന അഗതിരഹിത കേരളം പദ്ധതിയുടെ ആദ്യകാല പേരാണ് ആശ്രയ. കേരള സർക്കാർ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന അഗതിരഹിത കേരളം പദ്ധതിയുടെ ആദ്യകാല പേര് ആശ്രയ എന്നാണ്. ഹരിത കേരളം മിഷന്റെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ജലസംരക്ഷണം ഹരിത കേരളം മിഷന്റെ ഒരു ഉപദൗത്യമാണ് എന്ന പ്രസ്താവന ശരിയാണ്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് പച്ചത്തുരുത്ത് എന്നതും ശരിയാണ്. ഹരിത കേരളം മിഷന് 3 ഉപദൗത്യങ്ങളാണുള്ളത് എന്നതും ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 മാത്രം. ഹരിത കേരളം മിഷന്റെ കാര്യത്തിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്: ജലസംരക്ഷണം ഹരിത കേരളം മിഷന്റെ ഒരു ഉപദൗത്യമാണ്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് പച്ചത്തുരുത്ത്. ഹരിത കേരളം മിഷന് 3 ഉപദൗത്യങ്ങളാണ്